വയനാട് ദുരന്തത്തിലെ ചെലവുകളുടെ കണക്കിനെ ചൊല്ലിയുള്ള വിവാദമാണ് ഇപ്പോൾ കത്തിപ്പടരുന്നത്. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയത് പെരുപ്പിച്ച കണക്ക് എന്നാണ് ആക്ഷേപം. ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയും വോളണ്ടിയർമാരെ എത്തിക്കാൻ 14 കോടി രൂപയും ചെലവിട്ടതായാണ് കണക്കുകൾ. കണക്കിലെ പൊരുത്തക്കേടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയായതോടെ വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തു വന്നു. ചെലവാക്കിയ തുകയല്ല, കേന്ദ്രത്തിന് നൽകിയ നിവേദനത്തിലെ ആവശ്യങ്ങളാണ് പുറത്തു വന്നത് എന്നാണ് സർക്കാർ വാദം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ ഏറെ തുക വോളണ്ടിയർമാർക്കായി ചെലവഴിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. വോളണ്ടിയർമാരുടെ വാഹനത്തിനും ഭക്ഷണത്തിനുമായി 14 കോടി ചെലവിട്ടു. 17 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 30 ദിവസത്തേക്ക് ജനറേറ്റർ ചെലവ് 7 കോടി. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് 75,000 രൂപ. ഇതുപ്രകാരം 359 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 2,76,00,000 ചെലവിട്ടു. സൈന്യം നിർമ്മിച്ച ബെയിലി പാലത്തിന്റെ അടിത്തട്ടിൽ സംരക്ഷണമൊരുക്കാൻ 1 കോടി ചെലവായി എന്നാണ് കണക്ക്. എയർഫോഴ്സിന് എയർലിഫ്റ്റിംഗ് ഹെലികോപ്റ്റർ ചാർജ് 17 കോടിയാണ്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ വണ്ടികൾ ഉപയോഗിച്ച വകയിൽ 12 കോടി രൂപയും ചെലവായി. JCB, ഹിറ്റാച്ചി, ക്രെയിൻ എന്നിവയ്ക്ക് ചെലവായത് 15 കോടിയാണ്. ക്യാമ്പുകളിൽ ഭക്ഷണത്തിനായി 8 കോടിയും വസ്ത്രങ്ങൾക്കായി 11 കോടിയുമാണ് ചെലവ്. സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും അളവിലധികം വസ്ത്രങ്ങളും ഭക്ഷ്യധാന്യങ്ങളും സൗജന്യമായി എത്തിച്ചിട്ടും ഇത്രയേറെ ചെലവ് ഞെട്ടിക്കുന്നതാണ്. DNA പരിശോധനയ്ക്കായി 3 കോടി ചെലവിട്ടെന്നും കണക്കുകൾ പറയുന്നു. അതേസമയം പെരുപ്പിച്ച കണക്കുകളെന്ന ആക്ഷേപം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയായതോടെ വാർത്തയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രംഗത്തു വന്നു. ദുരന്തത്തിൽ അടിയന്തര സഹായം ആവശ്യപ്പെട്ട സംസ്ഥാനം കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ വിവരങ്ങളാണ് പുറത്തു വന്നതെന്നും അതിൽ വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക വിവരങ്ങളാണ് പറയുന്നതെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെ ചൂണ്ടിക്കാട്ടി. ദേശീയ ദുരന്ത നിവാരണ പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തയ്യാറാക്കിയ നിവേദനത്തിലെ ആവശ്യങ്ങളെയാണ് ചെലവാക്കിയ തുകയെന്ന പേരിൽ തെറ്റായി അവതരിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും വിമർശിച്ചു. കേന്ദ്രത്തിന് നൽകിയ മെമ്മോറാണ്ടമാണ് ഹൈക്കോടതിയിൽ നൽകിയതെന്നും ഇതിനെ തെറ്റായി പ്രചരിപ്പിക്കുന്നത് കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം നിഷേധിക്കുന്നതിനുള്ള ഗൂഢനീക്കമാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.